ഇന്ത്യയുടെ ലോക്സഭയിലെയും അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലെയും ആകെ സീറ്റിൻ്റെ മൂന്നിലൊന്നും സ്ത്രീകൾക്ക് സംവരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബില്ലും അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റ് ചില ബില്ലുകളും കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൻ്റെ ഒരു പ്രത്യേക സമ്മേളനത്തിൽ മുന്നോട്ട് വയ്ക്കുകയും അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാവുകയും ആ ബില്ല് പരാജയപ്പെടുകയും ചെയ്തതിനെക്കുറിച്ചിട്ടുള്ള ധാരാളം വാർത്തകൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വനിതകൾക്ക് മൂന്നിലൊന്ന് സംവരണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു ബില്ല് 2023 കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുകയും പാർലമെൻറ്റ് ഐക്യകണ്ഠേന ആ ഒരു ബില്ല് പാസ്സാക്കുകയും ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ നമ്മളന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബില്ലും ആ ബില്ലും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ബില്ലുകളിൽ വനിതകളുടെ സംവരണത്തെക്കുറിച്ച് മാത്രമല്ല, ലോക്സഭയിലെ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും സംസ്ഥാനങ്ങൾക്കുള്ള സീറ്റുകളുടെ വിഹിതങ്ങളിൽ മാറ്റം വരുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടും മണ്ഡല പുനർനിർണ്ണയം അല്ലെങ്കിൽ ഡീലിമിറ്റേഷനൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെന്തൊക്കെയാണ്? സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. ഇത്തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് മാറ്റങ്ങളും തീരുമാനങ്ങളൊക്കെ വരുമ്പോൾ അത് നമുക്കും കൂടി ഉപകാരമുള്ള തീരുമാനങ്ങളാണ് എങ്കിൽ അതിൻ്റെ ഗുണം നമ്മളിൽ എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ GST 18% നിന്നും 0% ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു നല്ല നീക്കമായിരുന്നു. പക്ഷേ പലരും അതിൻ്റെ ആനുകൂല്യം ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് GST ഇല്ലാതെ തന്നെ 400 മുതൽ 500 രൂപയൊക്കെ മുടക്കിയാൽ 1 കോടി വരെ കവറേജുള്ള ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. അതും വിവിധ കമ്പനികളെ കമ്പയർ ചെയ്ത് ഇഷ്ടമുള്ള കമ്പനിയുടെ ഇഷ്ടമുള്ള പ്ലാൻ ഇൻസ്റ്റൻ്റായിട്ട് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലിങ്കുകളും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുവരെ ആരെങ്കിലും ഈ ഇൻഷുറൻസ് എടുക്കാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എടുത്തു വെക്കുക. പല ചികിത്സയ്ക്കും ഇപ്പോൾ 40 മുതൽ 50 ലക്ഷം രൂപയൊക്കെയാണ് ചിലവ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഫാമിലിയൊക്കെ ലൈഫ് ടൈമിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇൻകം മുഴുവൻ ഒരൊറ്റ ഹോസ്പിറ്റൽ കേസിൽ ഇല്ലാതായി പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് എടുത്തു വെക്കണം. 1 കോടി വരെ ഹോസ്പിറ്റൽ ബില്ല് വന്നാലും അൺലിമിറ്റഡ് കവറേജ് പ്രൊവൈഡ് ചെയ്യുന്ന നിവാബുപ്പയുടെ റീഅഷുറൻസ് 3.0 എലീറ്റ് പ്ലാൻ, അതുപോലെ തന്നെ ICICI എലിവേറ്റ് പ്ലാൻ, കെയർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ അൾട്ടിമേറ്റ് കെയർ പ്ലാൻ, സ്റ്റാർ ഹെൽത്തിൻ്റെ സൂപ്പർ സ്റ്റാർ പ്ലാൻ, ടാറ്റ AIG ഇൻഷുറൻസിൻ്റെ മെഡികെയർ സെലക്ട് പ്ലാൻ, ഇങ്ങനെ നിരവധി പ്ലാനുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതെല്ലാം കമ്പയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ പ്ലാൻ എടുക്കാൻ പറ്റും. കൂടാതെ 30 മിനിറ്റ് ക്ലെയിം സപ്പോർട്ടും ഇവിടെ ലഭ്യമാണ്. ഇനി ഇപ്പോൾ എടുക്കുന്ന ആളുകൾക്ക് 25% വരെ ഡിസ്കൗണ്ടും ഉണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യം പരമാവധി യൂസ് ചെയ്യുക. ഇത് നാളത്തേക്ക് വെക്കാതെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലും കൊടുത്തിട്ടുള്ള ലിങ്കുകൾ ഇപ്പോൾ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ചകളും വാർത്തകളും ഒക്കെ നമ്മൾ കേൾക്കുന്നത് വനിതാ സംവരണവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ലോക്സഭയിലെ സീറ്റുകളുടെ വർധനവിനെക്കുറിച്ചും അതുപോലെ തന്നെ മണ്ഡല പുനർനിർണ്ണയം അല്ലെങ്കിൽ ഡീലിമിറ്റേഷൻ എന്ന പ്രക്രിയയെക്കുറിച്ചും ധാരാളം കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ സീറ്റുകൾ, ലോക്സഭയിലെ സീറ്റുകളുടെ എണ്ണം തീരുമാനിക്കുന്നത് എങ്ങനെയാണ്, ഈ ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രക്രിയ എന്താണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമ്മൾ ലോക്സഭയുടെ സീറ്റുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു നിശ്ചിത സീറ്റ് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. ലോക്സഭയിൽ 543 സീറ്റുകളാണ് നിലവിലുള്ളത്. ഇനി ഓരോ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ നിശ്ചിത സീറ്റുകൾ ഭാഗിച്ചു കൊടുത്തിരിക്കുന്നത് കാണാം. അപ്പോൾ കേരളത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് 20 സീറ്റുകളാണുള്ളത്, തമിഴ്നാടിൻ്റെ കാര്യത്തിൽ 39 സീറ്റുകളാണുള്ളത്, ഉത്തർപ്രദേശിന് 80 സീറ്റുകളാണുള്ളത്, ഗോവ നോക്കുകയാണെങ്കിൽ 2 സീറ്റുകൾ മാത്രമാണുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ലോക്സഭയിലെ ഈ സീറ്റുകളുടെ എണ്ണം എങ്ങനെയാണ് നിശ്ചയിക്കപ്പെടുന്നത്? അത് നിശ്ചയിക്കുന്നത് നമ്മുടെ ഭരണഘടനയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 81 നോക്കുകയാണെങ്കിൽ ലോക്സഭയിലെ മാക്സിമം സീറ്റ് 550 വരെയാകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഓരോ സംസ്ഥാനങ്ങൾക്കും എത്ര ലോക്സഭാ സീറ്റ് വേണം എന്നെങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അതും ഇവിടെ തന്നെ ഈ ആർട്ടിക്കിൾ 81 നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനം എടുത്താലും ആ സംസ്ഥാനത്തിൻ്റെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണവും അതുപോലെ തന്നെ അവിടുത്തെ പോപ്പുലേഷൻ, അവിടുത്തെ ജനസംഖ്യയും തമ്മിലുള്ള അനുപാതം സെയിം ആയിരിക്കണം എന്നാണ് പറയുന്നത്. സോ ഫാർ ആസ് പ്രാക്ടിക്കബിൾ, എത്രത്തോളം പ്രാക്ടിക്കബിൾ ആണോ അത്രത്തോളം ഈ അനുപാതം സെയിമായി കൊണ്ടുപോകാൻ സാധിക്കണമെന്നാണ് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് വലിയ ജനസംഖ്യയുള്ളൊരു സംസ്ഥാനമായതുകൊണ്ട് അവർക്ക് 80 ലോക്സഭാ സീറ്റുകളുണ്ട്. കേരളത്തിന് അത്രയും ജനസംഖ്യ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് 20 ലോക്സഭാ സീറ്റുകളാണ്. ഗോവയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ സംസ്ഥാനമായതുകൊണ്ടും പോപ്പുലേഷൻ കുറവായതുകൊണ്ടും അവർക്ക് 2 സീറ്റുകൾ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഈ രീതിയിലാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പക്ഷേ ഈ 543 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ എല്ലാ കാലത്തും സെയിം ആയിരിക്കുകയില്ല. ഇപ്പോൾ നമ്മൾ 1951-52 കാലഘട്ടത്തിലെ ലോക്സഭയിലെ സീറ്റുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ അത് 489 ആയിരുന്നു എന്ന് കാണാം. അപ്പോൾ ഈ 489 നിന്നും 543 എങ്ങനെയാണ് വളർന്നത്? അത് നമ്മുടെ രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ മാറുന്നതിനനുസരിച്ചിട്ടുണ്ടായിട്ടുള്ളൊരു വർധനവാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ കാര്യമാണ് നമ്മുടെ ആർട്ടിക്കിൾ 82 പറയുന്നത്.
നമ്മുടെ രാജ്യത്തെ പോപ്പുലേഷൻ ഡാറ്റ എന്ന് പറയുന്നത് ഓരോ സെൻസസും കഴിയുമ്പോഴാണ് പുറത്തു വരുന്നത് എന്ന് കാണാം. അപ്പോൾ ഓരോ സെൻസസും കഴിയുമ്പോൾ നമ്മുടെ രാജ്യത്തെ ജനസംഖ്യയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ലോക്സഭയിലെ സീറ്റുകളിലും അതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്ന സീറ്റ് വിഹിതത്തിലും മാറ്റം ഉണ്ടാവണമെന്നാണ് ആർട്ടിക്കിൾ 82 പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സീറ്റുകളുടെ എണ്ണത്തിൽ മാറ്റം കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ലോക്സഭയിലെ സീറ്റുകൾ വർദ്ധിപ്പിക്കുക എന്ന് മാത്രമല്ല, അതിൻ്റെ പിന്നിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ തന്നെ ഒരു ഉദാഹരണം എടുക്കാം. നമുക്ക് 20 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒരു എക്സ്ട്രാ സീറ്റ് കൂടി നമുക്ക് അനുവദിക്കുകയാണെങ്കിൽ 21ാമത് പുതിയൊരു മണ്ഡലം കൂടി ഇവിടെ രൂപീകരിക്കണം. അപ്പോൾ പുതിയൊരു ലോക്സഭാ മണ്ഡലം രൂപീകരിക്കണമെങ്കിൽ നിലവിലുള്ള മണ്ഡലങ്ങളുടെ ചില ഭാഗങ്ങളൊക്കെ വെട്ടിയെടുത്തുകൊണ്ടായിരിക്കും ഈ പുതിയ മണ്ഡലം രൂപീകരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിലവിലുള്ള മണ്ഡലങ്ങളിലെയും ഈ പുതിയ മണ്ഡലത്തിലെയും എല്ലാം ജനസംഖ്യയുടെ അനുപാതം കൃത്യമാണെന്ന് നമുക്ക് ഉറപ്പുവരുത്തേണ്ടതായിട്ട് വരും. അപ്പോൾ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ 21ാമതൊരു മണ്ഡലം ആഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നിലവിലുള്ള 20 മണ്ഡലങ്ങളുടെയും അതിർത്തികൾ പുനർനിർണ്ണയം നടത്തേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിനെയാണ് ഈ മണ്ഡല പുനർനിർണ്ണയം അല്ലെങ്കിൽ ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ 1951 സെൻസസിൻ്റെ ഭാഗമായിട്ട് ഡീലിമിറ്റേഷൻ നടക്കുന്നുണ്ട്, 1961 സെൻസസിൻ്റെ ഭാഗമായിട്ട് ഡീലിമിറ്റേഷൻ നടക്കുന്നുണ്ട്, 1971 സെൻസസിൻ്റെ ഭാഗമായിട്ട് ഡീലിമിറ്റേഷൻ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ 543 സീറ്റുകളും ഈ ഓരോ സംസ്ഥാനങ്ങൾക്ക് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള സീറ്റുകളും കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. 1971 ശേഷം നടന്നിട്ടുള്ള സെൻസസുകളുടെ ഭാഗമായിട്ട് പിന്നീട് ഡീലിമിറ്റേഷൻസ് നടക്കുകയോ അല്ലെങ്കിൽ സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണമാണ് 1976 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് അല്ലെങ്കിൽ 42ാം ഭരണഘടനാ ഭേദഗതി നിയമം. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1970-കളിലൊക്കെ നമ്മുടെ ജനസംഖ്യ വലിയ രീതിയിൽ മുകളിലേക്ക് പോവുകയായിരുന്നു. സോ രാജ്യത്തിൻ്റെ ജനസംഖ്യാ വർധനവ് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രോഗ്രാമുകൾ ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, കേരളമൊക്കെ പോലെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ പരിപാടികളെല്ലാം നല്ല രീതിയിൽ നടക്കുകയും നമ്മുടെ ജനസംഖ്യാ വർധനവിനെ നല്ല രീതിയിൽ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഉത്തർപ്രദേശൊക്കെ പോലെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ പ്രോഗ്രാമുകളൊന്നും നല്ല രീതിയിൽ നടക്കുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ജനസംഖ്യ വലിയ രീതിയിൽ ഉയർന്നു മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഈ രീതിയിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെയും ജനസംഖ്യയിൽ വലിയൊരു അന്തരം ഉണ്ടാകുന്ന സമയത്ത് സാധാരണ ഡീലിമിറ്റേഷനുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലോക്സഭയിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം വർദ്ധിക്കുമെന്നും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ റെപ്രസെൻറ്റേഷൻ കുറയുമെന്ന് ഗവൺമെൻറ് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് വരുന്ന 25 വർഷത്തേക്ക് ലോക്സഭയിലെ ആകെ സീറ്റുകളുടെ എണ്ണത്തിലും അതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങൾക്കുമുള്ള സീറ്റുകളുടെ എണ്ണത്തിലും ഒരു ഫ്രീസിങ് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആ എണ്ണം മരവിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് തീരുമാനിക്കുകയാണ്. സോ ഈ 25 വർഷം കൊണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെയും ജനസംഖ്യയിലുണ്ടായിട്ടുള്ള ആ ഒരു വലിയ അന്തരം കുറച്ച് കൊണ്ടുവന്ന് പഴയ രീതിയിൽ അല്ലെങ്കിൽ ഡീലിമിറ്റേഷൻ സാധാരണ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നായിരുന്നു ഗവൺമെൻറ് വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 42ാം ഭരണഘടനാ ഭേദഗതി നിയമം നിലവിൽ വരുന്നത്. എന്നാൽ 25 വർഷങ്ങൾക്ക് ശേഷവും, അതായത് 2001 ഈ പറഞ്ഞുള്ള രീതിയിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നല്ല രീതിയിൽ പോപ്പുലേഷൻ കൺട്രോൾ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ നല്ല രീതിയിൽ തന്നെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങളുടെയും ഇടയിലുള്ള ആ ഒരു പോപ്പുലേഷൻ ഗ്യാപ്പ് ഇപ്പോഴും വലിയ രീതിയിൽ നിലനിൽക്കുന്നത് കൊണ്ട് ഒരു 25 വർഷത്തേക്ക് കൂടി ഈ ഒരു ഫ്രീസിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അന്നത്തെ AB വാജ്പേയി ഗവൺമെൻറ് തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 84th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് അല്ലെങ്കിൽ 84ാം ഭരണഘടനാ ഭേദഗതി നിയമം അവർ മുന്നോട്ട് വയ്ക്കുകയും ഈ രീതി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. എന്നാൽ 2001 ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷനെ അവർ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ സംസ്ഥാനങ്ങളുടെയും ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിൽ മാറ്റം വരുന്നില്ല, എന്നാൽ സംസ്ഥാനങ്ങളുടെ ഉള്ളിലുള്ള മണ്ഡലങ്ങളുടെ അതിർത്തിയൊക്കെ പുനർനിശ്ചയിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2002 ഈ ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ നിലവിൽ വരുന്നത്. 2008 അവരുടെ ഡീലിമിറ്റേഷൻ പ്രോസസ്സ് അവസാനിക്കുകയും പുതിയ മണ്ഡലങ്ങൾ നിലവിൽ വരികയും ചെയ്യുന്നത്. അപ്പോൾ 2004 ഇന്ത്യയിലെ പൊതു തിരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ മൂവാറ്റുപുഴ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോക്സഭാ മണ്ഡലം ഉണ്ടായിരുന്നു. എന്നാൽ 2009 ഡീലിമിറ്റേഷന് ശേഷമുള്ള പൊതു തിരഞ്ഞെടുപ്പിൽ ഈ മൂവാറ്റുപുഴ എന്ന് പറഞ്ഞിട്ടുള്ള മണ്ഡലം ഇല്ലാതാവുന്നത് നമുക്ക് കാണാം. ആലത്തൂർ, ആറ്റിങ്ങലൊക്കെ പോലെയുള്ള പുതിയ മണ്ഡലങ്ങൾ ഉണ്ടാവുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് 2002 ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കുക. മണ്ഡലങ്ങളുടെ അതിർത്തി മാത്രമാണ് മാറ്റുന്നത്, നമ്പറിൽ ഒരു വ്യത്യാസവും ഉണ്ടാവുന്നില്ല. അപ്പോൾ 2001 ഈ ഭേദഗതിയിലും 25 വർഷത്തെ ഒരു ഫ്രീസിംഗ് പീരീഡാണ് പറഞ്ഞിരുന്നത്. സോ ആ ഒരു 25 വർഷത്തെ പീരീഡ് ഈ 2026 അവസാനിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് ഈ സീറ്റുകളുടെ എണ്ണത്തിലും ഓരോ സംസ്ഥാനങ്ങളുടെയും സീറ്റ് വിഹിതത്തിൻ്റെ കാര്യത്തിലൊക്കെ മാറ്റങ്ങൾ വരുത്താനും ഡീലിമിറ്റേഷൻ നടത്താനൊക്കെ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ലോക്സഭയിലെ സീറ്റുകളുടെ എണ്ണം എങ്ങനെയാണ് നിശ്ചയിക്കുന്നത്, ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോസസ്സ് എന്താണ്, മുതലായ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് വനിതാ സംവരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2023 ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ ലോക്സഭയിലേക്കും അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകളിലേക്കും നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ 1/3 സീറ്റുകൾ വനിതകൾക്കായി സംവരണം ചെയ്യണമെന്നായിരുന്നു ആ നിയമത്തിൽ പറഞ്ഞിരുന്നത്.
പക്ഷേ 2024 നമ്മുടെ രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും ഈ 1/3 സീറ്റുകൾ സ്ത്രീകൾക്ക് സംവരണം നൽകിയില്ല എന്ന് നമുക്ക് കാണാം. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നിയമത്തിലൊരു കാര്യം കൃത്യമായി പറഞ്ഞിരുന്നു. പുതിയ സെൻസസ് ഡേറ്റ പുറത്തു വരികയും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഡീലിമിറ്റേഷനും മറ്റ് കാര്യങ്ങളും എല്ലാം നടന്നതിന് ശേഷം മാത്രമായിരിക്കും സ്ത്രീകൾക്ക് 1/3 സീറ്റുകളിൽ ഈ പറഞ്ഞിട്ടുള്ള റിസർവേഷൻ കൊടുക്കുന്നത് എന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് 2024 പൊതു തിരഞ്ഞെടുപ്പിൽ ഇത് നടക്കാതിരുന്നത്. ഇപ്പോൾ ഇതാ 2026 ആയിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 25 വർഷത്തിൻ്റെ ഫ്രീസിംഗ് പീരിയഡ് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഡീലിമിറ്റേഷനൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രോസസ്സുകളും ഗവൺമെൻറ് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സെൻസസ് ആണ്. ആദ്യം നമുക്ക് സെൻസസ് നടത്തി ഈ പറഞ്ഞിട്ടുള്ള പോപ്പുലേഷൻ ഡേറ്റ ലഭിക്കണം. പക്ഷേ 2011 ശേഷം നമ്മുടെ രാജ്യത്ത് സെൻസസ് നടന്നിട്ടില്ല. 2021 കോവിഡിൻ്റെ ഒക്കെ ഭാഗമായിട്ട് സെൻസസ് നടത്താൻ സാധിച്ചില്ല. ഈ 2026 ഏപ്രിലാണ് സെൻസസിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ സെൻസസിൻ്റെ ഡേറ്റ പുറത്തു വരാൻ ഏകദേശം 1 വർഷം നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ 2027 സെൻസസ് ഡേറ്റ പുറത്തു വരികയുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഡീലിമിറ്റേഷൻ നടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു 2002 ഡീലിമിറ്റേഷൻ ആരംഭിച്ചിട്ട് 6 വർഷത്തിന് ശേഷമാണത് പൂർത്തിയാക്കാൻ സാധിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ AI ഒക്കെ കാലഘട്ടത്തിൽ ചിലപ്പോൾ 2-3 വർഷങ്ങൾ കൊണ്ട് നമുക്കത് പൂർത്തിയാക്കാൻ സാധിച്ചാലും 2027 ഡീലിമിറ്റേഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചാൽ 2029 പൊതു തിരഞ്ഞെടുപ്പിന് മുന്നേ അത് അവസാനിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത്. സോ ഈ ഒരു നിയമം നിലവിൽ വന്നിട്ട് 2 പൊതു തിരഞ്ഞെടുപ്പുകൾ രാജ്യത്ത് നടന്നിട്ടും സ്ത്രീകൾക്ക് ആ ഒരു സംവരണം നൽകാൻ സാധിച്ചില്ല എങ്കിൽ അത് ഇന്ത്യയിലെ സ്ത്രീകൾക്കെതിരെയുള്ള ഒരു അനീതിയാണ് എന്ന് ഗവൺമെൻറ് തിരിച്ചറിയുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നടക്കുന്ന സെൻസസ് ഡേറ്റയെ ആശ്രയിക്കുന്നതിന് പകരം അല്ലെങ്കിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നതിന് പകരം നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള 2011 സെൻസസ് ഡേറ്റയും പോപ്പുലേഷൻ ഡേറ്റയും ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡീലിമിറ്റേഷൻ പ്രവർത്തനം ഇപ്പോൾ തന്നെ ആരംഭിക്കാമെന്നും അത് 2029 തിരഞ്ഞെടുപ്പിന് മുന്നേ അവസാനിപ്പിക്കാമെന്നും അങ്ങനെ അടുത്ത പൊതു തിരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് 1/3 സംവരണം കൊടുക്കാൻ സാധിക്കും എന്നുള്ള ഐഡിയയുടെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ് ഇപ്പോഴത്തെ ഈ ബില്ലുകൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് 3 ബില്ലുകളാണ് പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. അതിൽ ആദ്യത്തേതാണ് 131 ഭരണഘടനാ ഭേദഗതി ബില്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ലോക്സഭയിലെ സീറ്റുകളുടെ എണ്ണത്തിൽ ഗവൺമെൻറ് ഒരു വർധനവ് കൊണ്ടുവരികയാണ്. സോ ആർട്ടിക്കിൾ 81 ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 550 സീറ്റുകൾ വരെ ആകാമെന്നായിരുന്നു നിലവിൽ ഭരണഘടനയിലുണ്ടായിരുന്നത്. അത് 850 ഗവൺമെൻറ് ഉയർത്തുകയാണ്. അതിൽ 815 സീറ്റുകൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കും 35 സീറ്റുകൾ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായിട്ടാണ് വിധിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ നമ്മുടെ ഭരണഘടനയിൽ 2 പ്രധാനപ്പെട്ട മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് കൊണ്ടാണ് 131 ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി ഗവൺമെൻറ് മുന്നോട്ട് വച്ചിരിക്കുന്ന രണ്ടാമത്തെ ബില്ലാണ് ഡീലിമിറ്റേഷൻ ബിൽ 2026 എന്ന് പറയുന്നത്. 2011 കണക്കുകൾ അനുസരിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ മണ്ഡലങ്ങളുടെ പുനർനിർണ്ണയം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡീലിമിറ്റേഷൻ ബില്ല് 2026 കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യും. അവരായിരിക്കും ഈ പറഞ്ഞിട്ടുള്ള പുനർനിർണ്ണയവും മറ്റ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഇനി മൂന്നാമത്തെ ബില്ല് എന്ന് പറയുന്നത് ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. കാരണം അവരുടെ ഈ പറഞ്ഞിട്ടുള്ള സീറ്റ് ഷെയറൊക്കെ ബന്ധപ്പെട്ടിട്ട് മാറ്റങ്ങൾ വരുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ബില്ല് ഗവൺമെൻറ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ വനിതാ സംവരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ 3 ബില്ലുകൾ മുന്നോട്ട് വെക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ലോക്സഭയിലെ സീറ്റുകളുമായി ബന്ധപ്പെട്ടിട്ട് ഓരോ സംസ്ഥാനങ്ങളുടെയും സീറ്റ് വിഹിതമായി ബന്ധപ്പെട്ടിട്ട് അതുപോലെ തന്നെ മണ്ഡല പുനർനിർണ്ണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് പറയുന്നതെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ബില്ല് ലോക്സഭയിൽ പരാജയപ്പെടുകയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 230 പേര് ഈ ബില്ലിനെ എതിർക്കുകയും 298 പേര് ഈ ബില്ലിനെ അനുകൂലിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും പേരുടെ പിന്തുണയുണ്ടായിട്ടും ഈ ഒരു ബില്ല് പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നുള്ളൊരു ചോദ്യം ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, ഇതൊരു സാധാരണ ബില്ലല്ല. ഒരു സാധാരണ ബില്ലാണെങ്കിൽ വോട്ട് ചെയ്യുന്നവരിലെ ഭൂരിപക്ഷത്തിൻ്റെയും പിന്തുണയുണ്ടെങ്കിൽ ആ ബില്ല് പാസ്സാവും. പക്ഷേ ഇത് ഒരു ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് നമ്മുടെ ലോക്സഭയിൽ പാസ്സാകണമെങ്കിൽ വോട്ട് ചെയ്യുന്ന ആളുകളുടെ 2/3 ഭൂരിപക്ഷം ഉണ്ടെങ്കിലേ അത് സാധിക്കുകയുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 528 പേരാണ് അവിടെ വോട്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സാകണമെങ്കിൽ 352 പേരുടെയെങ്കിലും പിന്തുണ വേണം. അത്രയും പിന്തുണ ഈ ബില്ലിന് കിട്ടാത്തതുകൊണ്ടാണ് ഇത് പാസ്സാവാത്തത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി വോട്ട് ചെയ്യുന്നവരുടെ 3/2 ഭൂരിപക്ഷം മാത്രം പോരാ, ആ സഭയുടെ കേവല ഭൂരിപക്ഷവും കൂടെ വേണം. ഞാൻ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. വിവിധ തരം ഭൂരിപക്ഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു ബില്ല് ലോക്സഭയിൽ പരാജയപ്പെടുമ്പോൾ അതിനെ എതിർക്കുന്ന ഒപ്പോസിഷൻ പാർട്ടികൾ എന്തുകൊണ്ടാണ് അതിനെ എതിർക്കുന്നത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം.
ഇവർ പ്രധാനമായിട്ടും ചില വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത്, ഈ രീതിയിൽ ലോക്സഭയിലെ സീറ്റുകൾ വർദ്ധിപ്പിക്കുകയും ഓരോ സംസ്ഥാനങ്ങളുടെയും സീറ്റ് വിഹിതങ്ങളിൽ മാറ്റം കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഇവിടെ വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവുകയും ലോക്സഭയിലെ അവരുടെ പ്രാതിനിധ്യം വലിയ രീതിയിൽ വർദ്ധിക്കുകയും കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ലോകസഭയിലെ പ്രാതിനിധ്യവും അതുവഴി അവരുടെ ഇമ്പോർട്ടൻസ് തന്നെ ഇല്ലാതാവുമെന്നുള്ളൊരു വാദമാണ് പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ഭരണം പിടിക്കാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളുമെല്ലാം അവരുടെ പ്രവർത്തനങ്ങൾ ഇത്തരത്തിലുള്ള വലിയ സംസ്ഥാനങ്ങളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുടെ എല്ലാം ഫലങ്ങൾ ഇത്തരത്തിലുള്ള സംസ്ഥാനങ്ങൾക്ക് മാത്രം ലഭിക്കാൻ തുടങ്ങുകയും ജനസംഖ്യ കുറഞ്ഞ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെയൊക്കെ പ്രാധാന്യം തീരെ ഇല്ലാതാവുകയും ചെയ്യും. ഇന്ത്യയുടെ ഫെഡറലിസത്തിന് തന്നെ വലിയൊരു വെല്ലുവിളിയായി ഇത് മാറും എന്നുള്ളൊരു ആരോപണമാണ് പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഗവൺമെൻറ് എന്ത് മറുപടിയാണ് കൊടുക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഗവൺമെൻറ് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു കണക്കും ആരും പുറത്തുവിട്ടിട്ടില്ല, ഗവൺമെൻറ് പുറത്തുവിട്ടിട്ടില്ല. ഡീലിമിറ്റേഷൻ കമ്മീഷൻ പിന്നീടാണ് ഈ സീറ്റുകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് എന്ന് മാത്രമല്ല, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു സംസ്ഥാനത്തിനും ഇതിൻ്റെ ഭാഗമായി ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവില്ല. എല്ലാ സംസ്ഥാനങ്ങളുടെയും നിലവിലുള്ള സീറ്റിൽ നിന്നും 50% വർധനവ് വരുത്താനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത് എന്നാണ്. അതായത് കേരളത്തിന് 20 സീറ്റ് ഉണ്ടെങ്കിൽ അത് 30 സീറ്റായിട്ട് മാറും, തമിഴ്നാടിന് 39 സീറ്റ് ഉണ്ടെങ്കിൽ അത് 59 സീറ്റായിട്ട് മാറും, ഉത്തർപ്രദേശിന് 80 സീറ്റ് ഉണ്ടെങ്കിൽ 40 സീറ്റും കൂടെ ആഡ് ചെയ്ത് അവർക്ക് 120 സീറ്റായി മാറും. അങ്ങനെ എല്ലാവർക്കും തുല്യമായ രീതിയിൽ സീറ്റ് വർദ്ധിപ്പിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നു. പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് ഇത്തരത്തിലൊരു പ്രഖ്യാപനം വാക്കാൽ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഈ ബില്ല് മുന്നോട്ട് വെച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യവും ആ ബില്ലിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ സീറ്റ് വർധനവും ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഉയർന്നു വരുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇത്രയും ധൃതിയിൽ ഇത്രയും ഹറിയിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്? 15 വർഷം പഴക്കമുള്ള 2011 സെൻസസ് ഉപയോഗിക്കുന്നതിന് പകരം 2026 നടക്കുന്ന സെൻസസിലെ ഡേറ്റ ഉപയോഗിച്ച് ഡീലിമിറ്റേഷൻ നടത്തി കൃത്യമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ലേ നല്ലത്? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഈ ഡീലിമിറ്റേഷൻ എന്നൊക്കെ പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് ആയതുകൊണ്ട് ധൃതിയിൽ കാര്യങ്ങൾ ചെയ്താൽ പലതരത്തിലുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാർ ഇവിടെ കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത്, വനിതകൾക്കുള്ള ഈ 1/3 സീറ്റുകളുടെ സംവരണം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം നടപ്പിലാകണമെങ്കിൽ ഇതെല്ലാം കഴിയണം. സോ 2029 തിരഞ്ഞെടുപ്പിന് മുന്നേ ഇതെല്ലാം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് 2011 സെൻസസ് ഉപയോഗിച്ച് ഇത്രയും വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇവിടെ ഉയർന്നു വരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ട് നിലവിലത്തെ സീറ്റുകളുടെ എണ്ണത്തിൽ തന്നെ സ്ത്രീകൾക്ക് 1/3 സംവരണം കൊടുത്തുകൂടാ? 2024 ജനറൽ ഇലക്ഷനിൽ അത് ചെയ്യാമായിരുന്നു, 2029 ഇത് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. കാരണം നിലവിലുള്ള 543 മണ്ഡലങ്ങളിലെ 1/3 മണ്ഡലങ്ങൾ വനിതാ സംവരണ മണ്ഡലങ്ങളാക്കി മാറ്റിയാൽ മതി. അപ്പോൾ അത്രയും എളുപ്പത്തിൽ അത് ചെയ്യാമായിരുന്നിട്ടും ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിനെ ഇത്രയും ധൃതിയിൽ ചെയ്ത് ഇതെല്ലാം കൂടെ കുളമാക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ വിദഗ്ധർ ഇവിടെ കൊടുക്കുന്ന ഒരു ഉത്തരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിലുള്ള 543 സീറ്റിലെ 1/3 സീറ്റുകളിൽ സ്ത്രീകൾക്ക് സംവരണം കൊടുത്തു കഴിഞ്ഞാൽ നിലവിൽ എംപിമാരായിട്ടിരിക്കുന്ന പല പുരുഷ എംപിമാരുടെയും സീറ്റുകൾ നഷ്ടപ്പെടും. സോ അവർക്ക് അധികാരം നഷ്ടപ്പെടുന്ന ആ ഒരു പ്രശ്നം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് സ്ത്രീകൾക്ക് ഈ പറഞ്ഞിട്ടുള്ള സംവരണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് നോക്കുന്നത് എന്നുള്ളൊരു ആരോപണം ഉയർന്നു വരുന്നുണ്ട്. ഇനി ഇത്തരത്തിൽ ധൃതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് മറ്റൊരു വലിയ ആരോപണവും കൂടി ഉയർന്നു വരുന്നുണ്ട്. നിലവിൽ അധികാരത്തിലിരിക്കുന്ന NDA ഗവൺമെൻറ്റിൻ്റെ ഒരു രാഷ്ട്രീയ തന്ത്രമാണിത് എന്നാണ് പറയപ്പെടുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2024 പൊതു തിരഞ്ഞെടുപ്പിൽ അവരുടെ സീറ്റുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നു, ലോക്സഭയിൽ അവരുടെ ഭൂരിപക്ഷത്തിൽ വലിയൊരു ഇടിവുണ്ടാകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഭൂരിപക്ഷത്തിൽ ഇടിവുണ്ടാകുമ്പോൾ ഇത്തരത്തിൽ ബില്ലുകളൊക്കെ മുന്നോട്ട് വെക്കുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളെ അവർക്ക് നേരിടേണ്ടി വരികയാണ്. അപ്പോൾ ഇതേ സാഹചര്യത്തിൽ 543 സീറ്റുകളുമായിട്ട് 2029 പൊതു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ അവർ തയ്യാറാവുകയാണെങ്കിൽ ഒരുപക്ഷെ തോൽവി സംഭവിച്ചേക്കാമെന്നുള്ളൊരു ഭയം അവരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി 2029 പൊതു തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും തങ്ങൾക്ക് ശക്തിയുള്ള സംസ്ഥാനങ്ങളിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കുകയും അതിലൂടെ അധികാരം പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ തന്ത്രമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളൊരു വലിയ ആരോപണവും ഇതിനെ എതിർക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷേ ഈ ആരോപണങ്ങളെല്ലാം വെറും ആരോപണങ്ങൾ മാത്രമാണ്. എത്രയും പെട്ടെന്ന് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് 1/3 സംവരണം കൊടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്രയും ധൃതിയിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള മറുപടിയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലോക്സഭയിലെ സീറ്റുകൾ എങ്ങനെയാണ് നിശ്ചയിക്കപ്പെടുന്നത്, ഓരോ സംസ്ഥാനങ്ങൾക്കുമായിട്ട് ഈ സീറ്റുകൾ എങ്ങനെയാണ് വിഭജിച്ച് കൊടുക്കുന്നത്, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള എക്സർസൈസ് എന്താണ്, വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ടിട്ട് ഈ കാര്യങ്ങളൊക്കെ ചർച്ചയിൽ വരുന്നത് എങ്ങനെയാണ്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബില്ലുകൾ നമ്മുടെ ലോക്സഭയിൽ പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണ്, ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ചും ഈ വീഡിയോയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
മനസ്സിലാക്കുക. ഒപ്പം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ജിയോ പൊളിറ്റിക്കൽ വിഷയങ്ങൾ മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തീരുമാനങ്ങളുടെ ഗുണങ്ങൾ ഉപയോഗിക്കാനും നമ്മൾ പഠിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ 0% GSTയിൽ 25% ഡിസ്കൗണ്ടോടുകൂടി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലും കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഉപയോഗിക്കുക. ഈ ഒരു വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ടോപ്പിക്സുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.